നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചിൻ കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് എൻവയറമെൻറ്റിൻ്റെ 143-ൻ്റെ യൂണിറ്റ് 6 ആൻഡ് യൂണിറ്റ് 7 ആണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പരാമർശിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് വായിച്ച് മനസ്സിലാക്കുകയും കൂടെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് ഫിലോസഫി, ഇന്ത്യൻ്റെ ഫിലോസഫിയും എൻവയറമെൻറ്റും. ഇതോടെ നമ്മളുടെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. എൻവയറമെൻറ്റിനും ഫിലോസഫിക്കും ഒരു കണക്ഷനുണ്ട്. ഈ കണക്ഷൻ എന്താ വെച്ചാൽ ഇതിൻ്റെ ഗൈഡിങ് പ്രിൻസിപ്പിളാണത്. ബിക്കോസ് ഈ പാരമ്പര്യം, ഇന്ത്യൻ ഫിലോസഫി വേൾഡ് മുഴുവനും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫിലോസഫിനെ പറ്റി ഒരു ഇരുട്ടത്തെ ഒരു പൂച്ചേനെ, കറുത്ത പൂച്ചേനെ തേടുന്ന മാതിരിയോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് വരുന്നത്. അത്ര പെട്ടെന്നൊന്നും ഇന്ത്യൻ ഫിലോസഫി മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അതിന് നല്ല അഗാധമായിട്ട് ചിന്താശീലമുള്ളവർക്ക് ഇതിനെപ്പറ്റി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടത് പ്രിലിമിനറി ലെവലിൽ ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള എന്തൊക്കെ നമ്മളുടെ ചുറ്റുപാടിലുണ്ടോ, അതായത് എൻവയറമെൻറ്റിൻ്റെ ഈ പരിപാവനമായ ഈ എർത്തിൽ വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്, സ്കൈ ഉണ്ട്, എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ട്. ഇപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഒരു എൻവയറമെൻ്റ് എന്ന് പറയാം. ഇപ്പം ഇവിടെ നമ്മൾ ആലോചിക്കും, എന്തിനാണ് ഇതിനും നമ്മളുടെ ഫിലോസഫിക്കും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. കാരണം നമ്മളുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ നമ്മൾ എല്ലാത്തിനെയും അതിൻ്റെതായ വാല്യൂവിൽ കൂടിയാണ് നോക്കുന്നത്. ഓരോ അണുവും, ഭൂമിയിലുള്ള ഓരോ അണുവും, ഓരോ സോയിലും, ഒരു ഡ്രോപ്പ് വാട്ടറും, ഇതൊക്കെ നമ്മൾ പരിപാവനമായിട്ടാണ് നമ്മൾ കണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഈ ക്വാളിറ്റി, ഏത് വിധത്തിലുള്ള എയർ ആണ്, ഏത് വിധത്തിലുള്ള സ്കൈ ആണ്, ഇതൊക്കെ ജഡ്ജിങ് ആയിട്ട് നമ്മൾ ഒരു എൻവയറമെന്റൽ സെറ്റപ്പ് തന്നെ ഉണ്ട്. അപ്പൊ ഈ റിമാർക്സ് നമ്മളുടെ എല്ലാ ഗവൺമെന്റിന്റെയും തലവന്മാർ ഇതിനെപ്പറ്റി ഒരു വലുതായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ സേവ് ചെയ്യാനായിട്ട് ചരിത്രത്തിൽ സേവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഗ്ലോബൽ വാർമിംഗ് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ എന്താണ്, ഓസോൺ ലെവലിന്റെ ഡിപ്ലീഷൻ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഗ്ലേസിയേഴ്സ് ഒക്കെ മെൽറ്റായി വരുന്നത്, ഇതിനെപ്പറ്റിയും പ്ലാസ്റ്റിക്കിനെ പറ്റിയും പോളിമറിനെ പറ്റിയും നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കാനും അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കാനും തുടങ്ങിയിരിക്കുന്നു. കാരണം ഇത് അവസാനം ആൾക്കാർക്ക് ഉപദ്രവമായിട്ട് വരുന്ന ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് വേൾഡ് ലീഡേഴ്സിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ സയൻറ്റിഫിക് തിയറി ആയിട്ട് നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്പോഴും കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ മോഡേൺ ആയിട്ടുള്ള സയൻറ്റിഫിക് തിയറീസ്, അതായത് മോഡേൺ സയൻറ്റിഫിക് നോളജ് മുഴുവനും ഭൂമിയുടെ വെസ്റ്റേൺ സൈഡിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലാണ്, ഗ്ലോബിന്റെ യൂറോപ്യൻ കൺട്രീസിലാണ് ഉത്ഭവിച്ചത്. കാരണം നമ്മുടെ ഇന്ത്യനെ പറ്റിയാണ് ഞാനിവിടെ പരാമർശിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗം വരുന്നത് ഈസ്റ്റേൺ സൈഡാണ്. ഇവിടെ നമുക്ക് അത്രയ്ക്കും ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മളുടെ ജോഗ്രഫിക്കലി ഗ്ലോബൽ ഇന്ത്യയുടെ സ്ഥാനം ഈസ്റ്റേൺ സൈഡാണ്, കിഴക്ക് ഭാഗത്തായതുകൊണ്ടും അതിൽ ഇവിടെ നല്ല സൺലൈറ്റ് കിട്ടുന്നത് കൊണ്ടും നമ്മൾക്ക് അത്യാവശ്യമുള്ള ആവശ്യ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് കൊണ്ടും ഇതിനെപ്പറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രികളിൽ കണ്ടിട്ടുള്ള തിയറീസിനെ പറ്റി ഇവിടെ പരാമർശിക്കുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇനി ജോഗ്രഫിക്കലി ഇന്ത്യയുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ വേൾഡ് മാപ്പ് എടുത്തു നോക്കിയാൽ ഒരു ഓൾമോസ്റ്റ് കിഴക്ക് ഭാഗത്തും മിഡിലായിട്ടുമൊക്കെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഏറ്റവും നല്ല ക്ലൈമറ്റ് ആണ് കിട്ടുന്നത്. നല്ല സമ്മർ കിട്ടുന്നുണ്ട്, നല്ല മഴ കിട്ടുന്നുണ്ട്, നല്ല സ്നോഫോൾ കിട്ടുന്നുണ്ട്. ഓരോ ജോഗ്രഫിക്കലി ഇന്ത്യയുടെ ലൊക്കേഷൻ കാരണം, അത് എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അത് കാരണം നമുക്ക് വളരെ സൗകര്യമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ മഞ്ഞ്, മഴ,
വെള്ളം എല്ലാം താരതമ്യേന നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നു. അപ്പൊ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് ഒരു ലൈറ്റിന്റെ സൺലൈറ്റിന്റെ പ്രസൻസ്, സൺലൈറ്റിന്റെ അഭാവമാണ് യൂറോപ്യൻ കൺട്രീസിൽ അവർക്ക് പല വിധത്തിലുള്ള ആവശ്യങ്ങൾ കാരണം സൺലൈറ്റ് കിട്ടാത്തത് കൊണ്ടും അവരുടെ ജോഗ്രഫിക്കലി അവരുടെ നാട്, ഞാൻ എടുത്തു പറയുന്നത് കാനഡയാണ്, ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് അവിടെ ലൈറ്റ് ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്, അവിടെ മഞ്ഞ് കൂടുതലാണ്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ വളരെ ബ്ലെസ്സഡ് ആണ്. ഇന്ത്യയുടെ ലൊക്കേഷൻ വളരെ സുഖമാണ്. നമ്മൾക്ക് കാലാകാലങ്ങളിൽ നമ്മളുടെ ക്ലൈമറ്റ് മാറി മാറി വരുന്നു. വേണ്ട വിധത്തിലുള്ള വെള്ളം, വെളിച്ചം മുതലായവ കിട്ടുന്നു. നമ്മൾ ഈശ്വരന്റെ അനുഗ്രഹീയമായ ഒരു രാജ്യത്താണ് നമ്മൾ ജനിച്ച് വളർന്നിട്ടുള്ളത്. അതിനെപ്പറ്റി നമ്മൾ എപ്പോഴും പ്രൗഡായിട്ട് വിശ്വസിക്കാനും വിചാരിക്കാനും നോക്കുക. ഇതിന് നമ്മൾ ഇന്ത്യൻ വാല്യൂസ് എന്താ? ഇവാലുവേഷൻ ആണ്. ഓരോ ഇവാലുവേഷൻ തിയറിന് ഒരു ഇവാലുവേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് ഗ്ലാസ് ഉണ്ടാക്കിയത്? കാരണം പുറം രാജ്യങ്ങളിൽ, വിദേശങ്ങളിൽ എന്തുകൊണ്ട് ഗ്ലാസിന്റെ ആവശ്യം വന്നു? അവിടെ കോൾഡ് വിൻസ് ഇങ്ങനെ അടിക്കും, കോൾഡ് വിൻസ് അടിക്കുന്നു. അപ്പൊ കോൾഡ് വിൻസ് അടിക്കുന്നു, അതിനെ തടുക്കാനായിട്ട് ഗ്ലാസ് ഉപയോഗിക്കാം. പിന്നെ അതേമാതിരി തന്നെ സൺലൈറ്റ്, കിട്ടുന്ന വെളിച്ചം പുറത്തേക്ക് പോകാണ്ട് അതിനെ അകത്തേക്ക് കൊണ്ടുവരാനും അവർ സൺലൈറ്റ് ഈ ഗ്ലാസ് ഇൻവെൻഷൻ ഉണ്ടാക്കി എടുക്കുകയും അങ്ങനെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പുരാതന കാലം തൊട്ടേ വെസ്റ്റേൺ വേൾഡിലാണ് ഈ സയൻസിന്റെ എവല്യൂഷണറി ചേഞ്ചസ് മുഴുവനും ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഇന്ത്യയുടെ ആലോചനയും ഇന്ത്യയുടെ ഫിലോസഫിയും നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട്, നമ്മളുടെ ലൊക്കേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ് കൊണ്ട് ഇതിനെപ്പറ്റിയൊന്നും നമ്മൾ ആലോചിക്കേണ്ട ആവശ്യം വന്നില്ല. പക്ഷെ അതേസമയം നമ്മൾ ഫിലോസഫിക്കൽ തിങ്കിങ്ങിലാണ് കൂടുതൽ പോയിട്ടുള്ളത്. എന്താണ് നമ്മുടെ ഫിലോസഫി? നമ്മുടെ ഫിലോസഫി എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയോളജിയാണ്. ഓരോ മനുഷ്യനും അയാളുടെ കുടുംബം, അയാളുടെ സൊസൈറ്റി, അയാൾ ജീവിക്കുന്ന സൊസൈറ്റി, അയാളുടെ കമ്മ്യൂണിറ്റി, അങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ടും കുടുംബത്തിന്റെ സ്നേഹം, കുടുംബത്തിന്റെ ഐഡിയോളജിയിലാണ് ഇന്ത്യൻ ചരിത്രത്തിൽ. അതുകൊണ്ടാണ് ഇന്ത്യൻ നേഷൻ തന്നെ ഇത്രത്തോളം വേൾഡ് വൈഡ് ആയിട്ട് നിൽക്കുന്നത്. കാരണം പുറം രാജ്യങ്ങളിൽ അവർക്ക് ഫാമിലി ലൈഫിന് വളരെ സാധ്യത കുറവാണ്. ഫാമിലി ലൈഫിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ സൊസൈറ്റി ലൈഫിന് ഉണ്ട്, സൊസൈറ്റി ലൈഫ് ഉണ്ട്, ഇല്ലേ ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളുടെ സൊസൈറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻ ഉണ്ട്, പരസ്പരം കണക്ട് ചെയ്ത് കുടുംബങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് ആ ഐഡിയോളജിയിലാണ് നമ്മളുടെ കുട്ടികളും നമ്മളും ഗവൺമെന്റ് ഒക്കെ വളർന്നു വരുന്നത്. ഇത് ഏത് തരത്തിലുള്ള ഗവൺമെന്റ് ആയാലും, ഓട്ടോക്രസി ആയാലും, ഡിക്റ്റേറ്റർഷിപ്പ് ആയാലും, ഡെമോക്രസി ആയാലും ഈ ഐഡിയോളജി വേണം. അപ്പോഴേ അത് കൺട്രിയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കി വേണം മുന്നിലേക്ക് പോകാൻ. ഇനി ഈ ഫിലോസഫി, ഐഡിയോളജി, എൻവയറമെന്റ്, ഇത് മൂന്നും കൂടെ എങ്ങനെ ബന്ധപ്പെട്ട് വരുന്നു? ഈ മൂന്നും കൂടെ എങ്ങനെയാണ് ബന്ധപ്പെട്ട് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് നമ്മളുടെ ഐഡിയോളജി, നമ്മളുടെ ഫിലോസഫി, ഇന്ത്യൻ ഫിലോസഫേഴ്സ് ആർ ഗ്രേറ്റ് ഫിലോസഫേഴ്സ്. ആ ഇന്ത്യൻ ഫിലോസഫിയിൽ മെർജായി പോയിട്ടുള്ളതാണ്. അപ്പൊ നമ്മളുടെ ഫിലോസഫി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. എന്താണ് ഇപ്പൊ ഇത്ര പ്രത്യേകിച്ച് പറയാനുള്ളത്? നമ്മളുടെ പെർസെപ്ഷൻ അനുസരിച്ച് നോക്കിയാൽ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, ആ ആറ്റിറ്റ്യൂഡിൽ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടായിരിക്കും ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ബിഹേവിയർ വരിക. അപ്പൊ അങ്ങനെ ബിഹേവിയർ വരുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അതും പ്രത്യേകിച്ച് ഇതിന്റെ സംബന്ധം ഇവിടെ വരുന്നത് എൻവയറമെന്റില് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മള് എല്ലാത്തിനെയും നമ്മളുടെ ഇന്ത്യൻ ഋഗ്വേദത്തില് തന്നെ വെള്ളത്തിനെ പ്യൂരിഫിക്കേഷൻ ആയിട്ട് കാണുന്നു. അഗ്നി എല്ലാ കർമ്മങ്ങളിലും അഗ്നിദേവനുണ്ടാവും, തീ ഉണ്ടാവും, എയർ ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, സ്കൈ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ ആദ്യകാലങ്ങൾ തൊട്ട് ഇതിനെ കണക്ട് ചെയ്താണ് നമ്മൾ ഫിലോസഫി കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഇന്ത്യൻ ഫിലോസഫിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ അങ്ങനെ ഒരു മനസ്സാന്തരമായിട്ട് തന്നെ
ആരംഭം തൊട്ട് തന്നെ എൻവയറമെന്റുമായിട്ട് ലിങ്ക് ചെയ്ത് കൊണ്ടതുകൊണ്ട് ഫിലോസഫിക്ക് വളരെ സൗകര്യമായിട്ട് ഓരോരുത്തരുടെ പെരുമാറ്റത്തിൽ കൂടെ അത് കാണാനും പറ്റും. ഇനി എന്തൊക്കെയാണ് പ്രോബ്ലംസ്, എൻവയറമെന്റൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടർ, കടലിലുള്ള വെള്ളത്തിന്റെ പൊക്കം റൈസ് ചെയ്ത് വരുന്നു, കാർബൺ കൂടുതലാവുന്നു, ഡിപ്ലീഷൻ, ഓസോൺ ലെവൽ, ഭൂമിയെ ചുറ്റിയിട്ടുള്ള ഓസോൺ ലെയർ വരുന്നു, അതിൽ ഓട്ട വീഴുന്നു, പിന്നെ കണ്ടാമിനേഷൻ, എല്ലാ വാട്ടർ ബോഡീസിലും കണ്ടാമിനേഷൻ വരുന്നു, എയർ വാട്ടറിന്റെയും പെർസെൻറ്റേജ് 70-80 എന്നുള്ള പെർസെൻറ്റേജ് കുറഞ്ഞു വരുന്നു, പൊല്യൂഷൻ വരുന്നു. എന്തുകൊണ്ട് പൊല്യൂഷൻ ആവുന്നു? ആൾക്കാർ കൂടുതലാവുന്നുണ്ട്, ആൾക്കാർ അതേമാതിരി പൊല്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. വെള്ളത്തിലെ പൊല്യൂഷൻ ഉണ്ട്, എയറിലെ പൊല്യൂഷൻ ഉണ്ട്. എന്തിനാ പറയുന്നത്? കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാരണം എയറൊക്കെ പൊല്യൂഷൻ ആകാൻ കാരണം ട്രാഫിക്കാണ്. റെഗുലർ ആയിട്ട് ഒരുപാട് ട്രാഫിക് വരുന്നു, ഒരുപാട് പ്ലാസ്റ്റിക്സ് വരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു, മരങ്ങളെ വെട്ടി വീഴ്ത്തുന്നു. അപ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാൻ മരങ്ങൾ ഇല്ലാണ്ട് വരുന്നു. അപ്പൊ അങ്ങനെ പ്രോബ്ലംസ് കൂടി വരികയാണ് നമ്മളുടെ എൻവയറമെന്റിൽ. ഇതില് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പോളിത്തീൻ, പ്ലാസ്റ്റിക്, സയൻസിന്റെ വലിയൊരു ഇൻവെൻഷൻ ആണ് പ്ലാസ്റ്റിക്. ഈ പ്ലാസ്റ്റിക് ബേൺ ചെയ്ത് കഴിഞ്ഞാലും പോയ്സണസ് ഗ്യാസ് വരും. ഭൂമിയിൽ ബറി ചെയ്താലും അത് വർഷങ്ങളോളം കഴിഞ്ഞാൽ ഡീകോമ്പോസ് ആവില്ല. അങ്ങനെ ഡീകോമ്പോസ് ആയാൽ തന്നെ അത് വെള്ളം വാട്ടർ ടേബിളിൽ മിക്സ് ആയി കഴിഞ്ഞാൽ അതിന്റെ ആ അംശം വെള്ളത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് അൺഫിറ്റാണ്, ശരീരത്തിനും എൻവയറമെന്റിനും രണ്ടിനും തെറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയിൽ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ പണ്ട് തൊട്ടേ ഇലകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ യാഗത്തിനും പൂജയ്ക്കൊക്കെ ഇലയിലാണ് കൊടുക്കുക. അപ്പൊ പ്രസാദങ്ങൾ ഇലയിൽ കൊടുക്കുമ്പോൾ ഇല വാഴേന്റെ ഇല കുറച്ച് കഴിഞ്ഞാൽ ഡീകമ്പോസ് ആയി പോകും. പ്ലാസ്റ്റിക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഫോറസ്റ്റും ഇന്ത്യൻ ഫിലോസഫിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഫോറസ്റ്റിൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ തന്നെ 3 തരത്തിലുള്ള ഫോറസ്റ്റിനെ പറ്റി വേദാസിൽ പറയുന്നുണ്ട്. തപോവന, മഹാവന, ശ്രീവന. തപോവന എന്ന് പറഞ്ഞാൽ അവിടെ തപസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. സന്യാസിമാരെ, രാജാവ്, പ്രിൻസ് സാധാരണമായിട്ട് പോയിട്ട് അവരെ കാണാനും സന്യാസിമാരെ കാണാനും അവരുടെ അഡ്വൈസ് ചോദിക്കാൻ പോകുന്ന അതാണ് തപോവനം. തപോ എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അവര് സന്യാസിമാര് മെഡിറ്റേഷൻ ചെയ്ത് അവർക്ക് കിട്ടുന്ന ജ്ഞാനത്തിനെ അവര് ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. മഹാവാന എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വലിയ വലിയ മരങ്ങളും വലിയ വലിയ ആനിമൽസും വലിയ വലിയ ട്രീസും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അവിടെ വന്യജീവികൾ കൂടുതലായിരിക്കും മഹാവനയില്. ശ്രീവനല്ല, അവിടെ മുഴുവനും നമ്മളുടെ അമ്പലത്തിലേക്ക് ആവശ്യമായ പൂക്കളും ചെടികളും തപോവൻ ഈ ഫ്ലോറാസ് ഒക്കെ ഉണ്ടാക്കുകയും അതിനെ നമ്മൾ പൂജയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന അങ്ങനത്തെ വനമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ വൃക്ഷലതാദികൾ ഉള്ള വനങ്ങൾ. പല വിധത്തിലുള്ള ടെമ്പിൾ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ ആവശ്യമായ പുഷ്പങ്ങൾ വളർത്തിയെടുക്കുന്ന വനത്തിനാണ് ശ്രീവന എന്ന് പറയുന്നത്. ഇനി ഇക്കോളജിക്കൽ ഹെറിറ്റേജ് എന്താണ്? ഇന്ത്യയുമായിട്ടുള്ള ഇക്കോളജിക്കൽ ഹെറിറ്റേജ് എന്താന്ന് വരുമ്പോൾ എൻവയറമെന്റൽ സെന്ററിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ എക്കോസിസ്റ്റം നോർത്തേൺ ഇന്ത്യയിൽ, അതായത് പ്രത്യേകിച്ചും ഹിമാലയസിന്റെ താഴെയുള്ള ലെവലിലും ഈ നോർത്തേൺ ഇന്ത്യയാണ്. അവിടെ നമ്മൾ വളരെ ഗ്രോവ്സ് എന്ന് വെച്ചാൽ ഈ ആവശ്യമായ അമ്പലങ്ങളിലേക്ക് പള്ളികൾക്ക് ആവശ്യമായ ചെടികൾ വളർത്തുന്ന ഗ്രോവ്സ് എന്നാണ് പറയുക, സേക്രഡ് ഗ്രോവ്സ്. അപ്പൊ അതിന് എക്കോസിസ്റ്റത്തിന് തുളസി, നീം ഇങ്ങനത്തെ ചെടികളൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പൊ അതൊക്കെ വളർത്തുമ്പോൾ എയറിലും പ്യൂരിഫിക്കേഷൻ കിട്ടും, മനുഷ്യന് നല്ല കാറ്റ് കിട്ടുന്നു. വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. അത് സൗത്ത് ഇന്ത്യ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി ആണ്. പല വിധത്തിലുള്ള ചെടി വൃക്ഷലതാദികൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ് ഈ സൗത്ത് ഇന്ത്യ. ഇവിടെ ഇതിൽ തന്നെ രാജസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ രാജസ്ഥാനിലും വളരെ വ്യത്യാസമായ ഒരു ഡെസേർട്ടാണ്, മരുഭൂമിയാണ്. അപ്പൊ മരുഭൂമിയിൽ വളരുന്ന ചെടികളും അവിടുത്തെ ഇൻസ്ട്രുമെന്റൽസും അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫ്ലോണ അവർ കാത്തു സൂക്ഷിക്കുന്നു. ഇനി ഗുജറാത്തിൽ നോക്കുകയാണെങ്കിൽ ഗിർ ഫോറസ്റ്റ്. ഈ ഗിർ ഫോറസ്റ്റിൽ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് വലിയ വലിയ
വൈൽഡ് ക്യാറ്റ്സ് ആണ്. ലെപ്പേർഡ്സ് എന്ന് പറയാം, ടൈഗർ ഉണ്ട്, ലയൺ ഉണ്ട്. ഇതിനെയൊക്കെ പ്രിസർവേറ്റ് ചെയ്യുന്ന, അതിനെ അതിൻ്റെതായ സ്വൈരവിഹാരം നടത്തി അത് റീപ്രൊഡക്ഷൻ അതിനെ ഹണ്ട് ചെയ്യാൻ പാടില്ല. അതിന് കടലിൽ ഈ കാട്ടിൽ തന്നെ ജീവിക്കുന്ന മൃഗങ്ങളെ അതേ വിധത്തിൽ അവരുടെ വംശം വർദ്ധിക്കാനുമുള്ള കെയർ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. രാജസ്ഥാനിലും ഇതേമാതിരി തന്നെ വൈൽഡ് ലൈഫിനെ വളരെ കാര്യമായിട്ട് രക്ഷിക്കുന്നുണ്ട്. ബിഷ്ണോമി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇത് ഒരു ഗ്രൂപ്പാണ് ആൾക്കാർ രാജസ്ഥാനില്. അവർ ഈ വനങ്ങളെ അല്ലെങ്കിൽ ഗ്രോവ്സിനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് രക്ഷിക്കുന്നവരാണ്. എല്ലാ റിച്വൽസിലും പ്രാക്ടീസിലും നമ്മൾ ഈ ഏതെങ്കിലും ഒരു തരത്തിലെ ചെടിയോ കൊടിയോ അല്ലെങ്കിൽ ആനിമലോ പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ത്രട്ടൻ ചെയ്യാണ്ട്, അതിന്റെ വംശനാശം വരുത്താണ്ട് നോക്കിക്കൊണ്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് ഗുജറാത്തില്. അതേമാതിരി ഇനി വെള്ളവും ഇന്ത്യൻ ഫിലോസഫിയും തമ്മിലുള്ള സംബന്ധം. വെള്ളം, വാട്ടർ എന്ന് വെച്ചാൽ ജലം എന്ന് പറയുന്നത് ജലാംശം ഇല്ലാണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അതേമാതിരി ജീവജാലങ്ങൾക്കും പറ്റില്ല. അപ്പോൾ 70% നമ്മൾ വാട്ടറിലാണ് ജീവിച്ചു പോകുന്നത്. നമ്മുടെ ശരീരത്തിലും 70% വാട്ടറാണ്. ഈ വാട്ടറിന്റെ കൂടെ ഉപ്പ് ചേർന്നാൽ അത് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും. ഉപ്പ് ചേർന്ന് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും, അഗ്രികൾച്ചറിനും പറ്റാണ്ടാവും. അപ്പൊ നമ്മൾ ഇതിനെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആ കാലഘട്ടത്തൊക്കെ നമ്മളുടെ ആൾക്കാര് എല്ലാവരും കിണറുകളും വാട്ടർ ടേബിളിലും ഭൂമിയുടെ അടിയിലുള്ള വാട്ടർ ടേബിളിനെ സർഫസിലുള്ള വാട്ടർ ടേബിളിനെയും ഒപ്പം രക്ഷിച്ചു കൊണ്ടുപോകണം എന്നുള്ള ഒരു മെത്തേഡിലാണ് ഇന്ത്യൻ ഫിലോസഫി പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ട്രഡീഷണൽ പ്രാക്ടീസസിൽ നോക്കുമ്പോൾ നമ്മള് ഗോഡസ് ആണ് ഗംഗാദേവി അല്ലെങ്കിൽ ഗംഗാ റിവറിനെ നമ്മൾ സ്ത്രീയായിട്ടാണ് സംബന്ധിക്കുന്നത്. കാരണം മദറിന്റെ പൊസിഷനിലാണ് നമ്മൾ എല്ലാ റിവേഴ്സിനെയും സ്ത്രീയായിട്ടും മൗണ്ടൻസിനെ മെയിലായിട്ടാണ് ഇന്ത്യൻ ഫിലോസഫിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ പ്രൊട്ടക്ഷൻ തരുന്ന മൗണ്ടൻസും വെള്ളവും ജലവും തന്ന് അല്ലെങ്കിൽ ജീവൻ തരുന്ന ജലം, അതാണ് ആ മദറിന്റെ സ്ഥാനം അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ പ്രൊട്ടക്ഷൻ മൗണ്ടൻസ് പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് പല വിധത്തിലുള്ള സീസൺസ് കിട്ടുന്നത്. ഗ്രീഷ്മം, ശീതം, വർഷ, ശരത്, ഇങ്ങനെ മാറി മാറി അതിന്റെ ഈ മൗണ്ടൻ റേഞ്ചസ് പ്രൊട്ടക്ഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാ വിധത്തിലുള്ള സമയാസമയങ്ങളിൽ അതാത് സമയങ്ങളിൽ നമ്മളുടെ സീസണൽ ചേഞ്ചസ് മാറി മാറി വരുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറ്റുന്നു? നമ്മൾക്ക് വെള്ളം ആവശ്യമുള്ള സമയത്ത് വെള്ളം കിട്ടുന്നു, മഴ വരേണ്ട സമയത്ത് മഴ വരുന്നു, ഓട്ടം വരുന്നു, സമ്മർ ആവുന്ന സമയത്ത് സമ്മർ വരുന്നു. അതിനനുസരിച്ച് അതിന്റെ കൂടെ തന്നെ ആ സമ്മർ സീസണിൽ നമുക്ക് നല്ല വാട്ടർ മെലൻ വരും. കാരണം അത് പഴുത്ത് വരുന്ന സമയം ആവുമ്പോഴത്തേക്കും സമ്മർ ആയിട്ടുണ്ടാവും. അങ്ങനെ ഓരോന്നിനും കണക്റ്റഡ് ആയിട്ടാണ് ഇന്ത്യൻ ഫിലോസഫിയിലും ഇന്ത്യൻ വൃക്ഷലലാദികളും വളർന്നു വരുന്നത്. പിന്നെ നമ്മൾ ഓരോ റിവറിനെയും അതിൻ്റെതായ ഹോളി ബാത്ത് എന്ന് എടുക്കാറുണ്ട്. കാരണം ഈ എല്ലാവിധ സാക്രിഫൈസും എല്ലാവിധ യാഗങ്ങളും നദീതടത്താണ് ചെയ്യാറുള്ളത്. നദിയിൽ നമ്മളിപ്പോ ഒരാൾ മരിച്ചു പോയാൽ തന്നെ അസ്ഥി നിമഞ്ജനം ചെയ്യുന്നത് നദിയിലാണ്. കാരണം വെള്ളത്തിൽ നിന്ന് വന്നു, അഗ്നിയിൽ ശലിച്ചു, തിരിച്ച് ഭൂമിയിൽ നിന്ന് പോകുന്ന ആ ശരീരത്തിന്, ഭൗതിക ശരീരത്തിന്റെ ഭസ്മത്തിന് വെള്ളത്തിൽ കലർത്തി. അപ്പൊ അത്രത്തോളം നമ്മൾ വെള്ളത്തിനും വായുവിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ ഫിലോസഫി. ഇനി തീർത്ഥാസ് എന്ന് വെച്ചാൽ ഇത് എന്താന്ന് വെച്ചാല് 4 വിധത്തിലെ തീർത്ഥാസ് ഉണ്ട്. ബ്രഹ്മപുരാണ പറഞ്ഞിട്ടുള്ളത് തീർത്ഥാസ് 4 കാറ്റഗറിയാണ്. ഒന്ന് ദൈവ എന്ന് വെച്ചാൽ ജീവൻ ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള അർത്ഥം. അപ്പൊ അവിടെ റിവർ, പുഷ്കർ, പ്രയാഗ്. അസുര എന്ന് പറയുന്നത് ഒരു ഡെമൺ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഉള്ള ഗയാസുരൻ ഉണ്ടാക്കപ്പെട്ടത്. അർഷ എന്ന് പറഞ്ഞാൽ ഋഷികാരും അല്ലെങ്കിൽ സന്യാസിമാരും ഉണ്ടാക്കിയിട്ടുള്ള ആ സ്ഥലങ്ങൾ, ബദ്രീനാഥ്, പ്രഭാസ എന്നുള്ളത്. നാലാമത്തായിട്ട് മനുഷ്യനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൻസിസ്ട്രൽ ഹെറിറ്റേജ്, മനു, അതിൽ നിന്നാണ് നമ്മൾ വളർന്നത്. മനുവിന്റെ വംശരാണ് നമ്മൾ എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. ഈ വേദിക് സാക്രിഫൈസ് എല്ലാം ചെയ്യുന്നതും ഇതിനെ തീർത്ഥാസിലായിട്ടും നമ്മൾ വെള്ളത്തിനെ കണക്ട് ചെയ്തിട്ടാണ്
ചെയ്യുക. വള്ളത്തിനെ കണക്ട് ചെയ്തിട്ടാണ് എല്ലാ യാഗങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതേമാതിരി തന്നെ ദാനം, ഓരോരുത്തരും ദാനം ചെയ്യുന്നുണ്ട്. ദാനം ചെയ്യാനും ആ തീർത്ഥങ്കരയിലാണ് ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ ഫിലോസഫിയും ലേക്കുകളും തമ്മിലുള്ള കണക്ഷൻ എന്താ വെച്ചാല്, ഈ വരുന്ന വെള്ളം, പുതുവെള്ളം, മഴ പെയ്യുന്ന വെള്ളങ്ങൾ, ഈ വെള്ളമൊക്കെ വന്ന് അടിഞ്ഞു കിടക്കുന്നത് ഈ ലേക്കുകളാണ് അല്ലെങ്കിൽ തടാകങ്ങളിലാണ്. ഇതിന് നമ്മൾ വെള്ളം ഡെയിലി ആവശ്യത്തിന് ഉപയോഗിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മളുടെ വാട്ടറിന്റെ അല്ലെങ്കിൽ വാട്ടർ ടേബിളിന്റെ റിപ്ലേഷിങ്, ഓരോ സമയത്ത് മഴ വരുമ്പോൾ അടിയിൽ വെള്ളം പോയി നിൽക്കുന്നുണ്ട്. അപ്പോ ഇവിടെ തന്നെ നമ്മൾ പറയുന്നു, രാഷ്ട്രകൾ മാനസരോവറിന്റെ അടുത്തുള്ള അവിടെ നിന്ന്, ആ ലേക്കിൽ നിന്നാണ് ഗംഗാ നദി തുടങ്ങുന്നത് തന്നെ മാനസരോവർ ലേക്കിൽ നിന്ന്, ലേക്കായിട്ട് വന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് ഒഴുകി വരികയാണ് ചെയ്യുന്നത്. ഇത് രാക്ഷസൽ എന്ന് പറയുന്നത്, ഇവിടെ ഇവിടെ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, രാവണൻ ഓരോ തലയും, രാവണൻ ശിവദേവന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും പ്രത്യേകമായിട്ട് പവർ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോ അതിനു വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യം തന്റെ തലേനെ, ഓരോ 10 തലേനെ ത്യാഗം ചെയ്താണ് അങ്ങനെ വരുന്നത്. അപ്പൊ ഇവിടെ ഇത് ചെയ്യുന്നത് മാനസരോവർ ലേക്കിന്റെ അടുത്താണ് ഭഗവാൻ ശിവൻ ഉണ്ട് എന്നുള്ളതാണ് ഹിന്ദു വിശ്വാസം. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ്, അതിന്റെ അടുത്തിരുന്നുകൊണ്ടാണ് ഈ രാവണൻ പൂജ ചെയ്യുന്നതും ശിവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ. അപ്പൊ അങ്ങനെ അവസാനം പ്രാർത്ഥിച്ച് അങ്ങേർക്ക് അതിന്റെ ശിവൻ അങ്ങേർ ആഗ്രഹിച്ച വരം കൊടുക്കുന്ന സമയത്ത് അതിനെ രാക്ഷസൽ എന്ന് പറയും. രാക്ഷസൽ എന്ന് വെച്ചാൽ ഒരു ക്രസന്റ് ഷേപ്പ്, പകുതി മൂണിന്റെ, വളഞ്ഞ മൂണിന്റെ ഒരു ലെവൽ. അപ്പൊ 2 ലേക്ക് ഉണ്ട്. മാനസരോവർ ലേക്ക് വട്ടത്തിലും അത് ദൈവദത്തമായിട്ടുള്ളതായിട്ടും, രാക്ഷസരോവർ പകുതി ചന്ദ്രക്കലയുടെ രൂപത്തിലും, അത് മനുഷ്യന്റെ അല്ല, ഒരു ഡെമന്റെ ഒരു ക്രിയേഷൻ എന്നുള്ള ലെവലാണ് നമ്മൾ ഇവിടെ അതിനെ കാണുന്നത്. ഭീഷ്മകുണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഭീഷ്മകുണ്ട് എന്ന് വെച്ചാൽ ഈ കുരുക്ഷേത്ര യുദ്ധം നടന്ന ശേഷത്ത് അവിടെ ഒരു പോണ്ട് ഉണ്ട്. പോണ്ട് എന്ന് വെച്ചാൽ ഒരു നദിയുടെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ ഉറവ. ഇതെന്താ വെച്ചാല്, ഭീഷ്മനും അർജുനൻ മഹാഭാരത യുദ്ധത്തില് ഭീഷ്മര് ശരശയ്യയിൽ കിടക്കുമ്പോൾ അങ്ങേർക്ക് ഇത്തിരി വെള്ളം വേണമെന്ന് പറയുമ്പോൾ അർജുനൻ അമ്പെയ്ത് ഒരു ഉറവ, ആ ഉറവ വെള്ളം ഭീഷ്മരുടെ വായിലേക്ക് വെള്ളം വീഴുന്ന വിധത്തിൽ ഡ്രോജ് അല്ലെങ്കിൽ ഒരു ഭൂമിന്റെ അടിയിൽ നിന്ന് വെള്ളം എത്തിക്കുകയാണ് ചെയ്യുന്നത്, ഒരു ആരോ ചെയ്തിട്ട്. അപ്പോൾ ഭീഷ്മർക്ക് വേണ്ടിയിട്ട് ആ വെള്ളം കൊണ്ടുവന്നത് കൊണ്ടാണ് അതിനെ ഭീഷ്മകുണ്ടെന്ന് അത് നമ്മൾ പരാമർശിക്കുന്നത്. കാരണം അത് ഈ ഇങ്ങേരുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഉറവ. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് ലെജൻഡറി ആയിട്ടും ഇതൊക്കെ ഇപ്പോഴും അവിടെ ഉള്ളതുകൊണ്ട് ആൾക്കാർ അവിടെ പോയി കാണാനും അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് മാതിരി പോകുന്നുമുണ്ട്. ഇനി ടെമ്പിൾ ടാങ്ക് എന്ന് പറയുമ്പോൾ, ഈ ടെമ്പിൾ ടാങ്ക് എന്ന് വെച്ചാൽ അമ്പലക്കുളം അല്ലെങ്കിൽ തപ്പക്കുളം എന്ന് പറയും തമിഴില്. ഈ കുളങ്ങളൊക്കെ, ടാങ്ക് ഒക്കെ റിസർവോയർ ആയിട്ട് വെച്ച് ചെയ്തിട്ട് അവിടെ അവര് പുഷ്കരണി പല സ്ഥലങ്ങളിൽ അതിന് ഈ ടെമ്പിളിലുള്ള ഈ നമ്മുടെ പത്മനാഭസ്വാമി ടെമ്പിളിന്റെ അവിടെ ഒരു ടാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ആ റിവറുണ്ട്. അതിലായിരിക്കും ഇവിടെ ആറാട്ടിന് കൊണ്ടുവന്ന് സ്വാമീന്റെ ഇത് കൊണ്ടുവന്ന് മുക്കുന്നത്. അങ്ങനെയാണ്. അപ്പൊ പല സ്ഥലത്തും ഇതിന് പല വിധത്തിലാണ് പേര് വരുന്നത്. പുഷ്കരണി, കല്യാണി, കുണ്ട്, സരോവർ, ബരോളി, തീർത്ഥ, താലാബ്, കോവിൽക്കുളം, അങ്ങനെ പല ലാംഗ്വേജില് പല വിധത്തിൽ വരുന്നു. അപ്പൊ ഇതിനൊക്കെ മെഡിക്കൽ പ്രോപ്പർട്ടീസ് കൂടി ഉണ്ട്. മാത്രമല്ല ഈ ടെമ്പിൾ കുളത്തിന്റെ ഉള്ള വെള്ളം അവര് പുറത്തെടുത്ത് കൊണ്ടുപോകാറില്ല. കാരണം അത് സേക്രഡ് ആണ്, ദൈവത്തിന് കുളിക്കാൻ എന്നുള്ള ലെവലില്ല. നമ്മൾ കുളിക്കാൻ പോയാൽ തന്നെയും അതിനെ അതിൻ്റെതായ റെസ്പെക്റ്റോട് കൂടി വേണം കാണാനും ഉപയോഗിക്കാനും. ഇവിടെ നമ്മൾ ടെമ്പിൾ ടാങ്കിനെ ഇപ്പൊ മെഡിക്കൽ ടൂറിസം ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ ടൂറിസത്തിലും മെഡിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള വെള്ളം ആ ലേക്കിന്റെ ഒക്കെ അടുത്ത് കണ്ടോണ്ടാണ് അതിനെ മെഡിക്കൽ ടൂറിസത്തിലേക്ക് കൊണ്ടുവരുന്നത്. മൊഹൻജദാരോയിലെ ഇൻഡസ് വാലിയിൽ ഉണ്ടായിരുന്ന ആ ഗ്രേറ്റ് ബാത്തിനെ നമ്മൾ ഏറ്റവും പഴയതായ, ചരിത്രത്തിലെ പഴയതായ ഈ ടാങ്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സരസ്വതി റീജിയനിലുള്ള ആ ടെമ്പിൾ ടാങ്ക് ആണ് ഗ്രേറ്റ് ബാത്ത് ഓഫ് മൊഹൻജദാരോ.
ബറോലീസ് ആൻഡ് ബൈറോലീസ്. ഇതിന് എന്താന്ന് വെച്ചാൽ നോർത്ത് ഇന്ത്യയിലാണ് ഇത് സാധാരണമായിട്ട് കാണാറുള്ളത്. ബറോറി ഓഫ് ജാനി, ചോർ, മഹം ഹരിയാനയിലും ഡൽഹിയിലും ബറോറീസ് ഇതിങ്ങനെ വലുതായിട്ട് വരുന്നതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള തരത്തിലാണ് ഇതിനെ കെട്ടിയുണ്ടാക്കുന്നത്. അതിന്റെ ഈ വാട്ടർ താഴെയായിരിക്കും, ഭയങ്കര താഴെയായിരിക്കും. സ്റ്റെപ്പ് വെച്ച് വേണം അത് താഴോട്ട് ഇറങ്ങി വന്ന് വേണം. ഇതിന്റെ ആർക്കിടെക്ചറൽ എക്സലൻസി ആണ് അവിടെ കാണിക്കുന്നത്. ഇതിലെ 35,000 സ്റ്റെപ്സും കല്ലുകൊണ്ടുണ്ടാക്കുകയും ആ ബോട്ടമിൽ ഏറ്റവും താഴെയായിരിക്കും കുറച്ച് വെള്ളം ഉണ്ടാവുക. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ വെള്ളം കുറവായിരുന്നുകൊണ്ടും ഇങ്ങനെ വെള്ളം കിട്ടാൻ ഏറ്റവും താഴെയുള്ള വെള്ളത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുമാണ് ഈ സ്റ്റെപ്സ് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ ഡെഡിക്കേഷനാണ്, ആൾക്കാർക്ക് വെള്ളം കിട്ടുന്ന ഡെഡിക്കേഷനാണ്. ഇതാണ് ജയ്പൂരിലുള്ള ചാന്ദ് ബഹോറി ഓഫ് ജയ്പൂർ. ഇതിന്റെ വെള്ളത്തിന്റെ അംശം താഴെയാണ്, പക്ഷെ എത്ര 35,000 സ്റ്റെപ്പ് കൊണ്ടാണ് ഇത്, കല്ലുകൊണ്ടാണ് ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഹരിദ്ര നദി ടെമ്പിൾ ടാങ്ക് രാജഗോപാലചാരി മന്നാർകൊടിയിൽ, അവിടെ തമിഴ്നാട്ടിലും ഈ പ്രത്യേക തരത്തിലുള്ള ഒരു ടെമ്പിൾ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു വിധത്തിലാണ് അത് കെട്ടിയിട്ട്. ഇതിന് വലിയ ടാങ്കാണ്, ലാർജസ്റ്റ് ടാങ്കാണ് ഇത്. 23 ഏക്കറിൽ, അതായത് സാരാംശം പറയുകയാണെങ്കിൽ 93,000 സ്ക്വയർ ഫീറ്റിലാണ് ഇത് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനെ കാവേരിയുടെ ഡോട്ടർ അല്ലെങ്കിൽ കാവേരി നദിയുടെ മകൾ എന്ന വിധത്തിൽ നമ്മൾ പരാമർശിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കണം, ഇതിന്റെ കഥകൾ മനസ്സിലാക്കണം. ഇത് കണ്ടോ, ഹരിദ്ര നദി ടെമ്പിൾ മന്നാർകുടിയിലുള്ളതാണ്. അപ്പൊ ഇതിന് ചുറ്റും ഈ ടെമ്പിൾ നടുവില് ഒരു അമ്പലം മാതിരിയും ആ വെള്ളത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അങ്ങനെ ഒരു സൂക്ഷ്മമായിട്ടാണ് അവര് അതിനെ ടെമ്പിൾ ടാങ്കിനെ നമ്മൾ കെട്ടിയുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, എന്തൊക്കെയാണ് ജീവജാലങ്ങൾ ഇന്ത്യയിലുള്ളത്? അത് എന്ത് തരുന്നു? നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ തരുന്നു. പ്ലാന്റ്സ് ഇൻസ്ട്രുമെന്റൽ, നമ്മുടെ മണ്ണിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഈ സോയിലിനുണ്ട്. അത് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നു. അത് മാത്രമല്ല മെഡിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, തുളസീന്റെ പറഞ്ഞു, അതേമാതിരി പീപ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഓരോ കണക്ഷൻ ഉണ്ട്. എല്ലാത്തിനും എയർ പ്യൂരിഫിക്കേഷൻ ഉണ്ട് ഈ പ്ലാന്റ്സിന്. ഇനി മനുഷ്യൻ തന്നെ ഓരോ ഫുഡ് ഹാബിറ്റ്സിന് വേണ്ടിയിട്ടും സിംബോളിക് ആയിട്ട് ഈ പ്ലാന്റ്സിനെയും അതിന്റെ മദറായിട്ട് കണക്കാക്കുകയും, അതുങ്ങളുടെ തുളസി നമ്മള് വെള്ളത്തിലിട്ട് കോൾഡ് വരുമ്പോൾ കുടിക്കാറുണ്ട്. അപ്പോൾ അതിന് അവിടെ മെഡിക്കൽ വാല്യൂ ആണ് വരുന്നത്. അതേസമയം നമ്മൾ പൂജ ചെയ്യാൻ നേരത്ത് തുളസി ഇല വെള്ളത്തിലിടുമ്പോൾ അതിന് നമ്മൾ അവിടെ ഭഗവാന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ ചൈതന്യം, കൃഷ്ണന്റെയോ വിഷ്ണുവിന്റെയോ ചൈതന്യമാണ്, രാമന്റെയോ ചൈതന്യമാണ് നമ്മൾ ആ തുളസി ഇലയിൽ കൂടെ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ട്രീസിനെ, മരത്തിനെ സിംബോളിക് ആയിട്ട് എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ, സിംബോളിക് ആയിട്ട് അതിനെ ഫെർട്ടിലിറ്റി, മദർ, ഒരു സ്ത്രീ ആയിട്ട് കാണുന്നതിന്റെ അർത്ഥം ഒരു സ്ത്രീയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ നിൽക്കുക. അപ്പൊ അതുകൊണ്ടാണ് ആ ഫെർട്ടിലിറ്റിയും ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ കൂട്ടി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി സ്ഥാൽ വൃക്ഷ, ഈ സ്ഥാൽ വൃക്ഷത്തിൽ ഓരോ വൃക്ഷത്തിലും പ്രസന്റ് ആയിട്ടുള്ള നമ്മൾ സ്ഥലം കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ഓരോ ട്രീക്കും അല്ലെങ്കിൽ ഓരോ പ്ലാന്റ്സിനും അതിൻ്റെതായ സ്പീഷ്യസ് ഉണ്ട്. ആ സ്പീഷ്യസ് മാറാണ്ടിരിക്കണമെങ്കിൽ അതെങ്ങനെ അതിനെ സൂക്ഷിക്കണം. അപ്പൊ ടെമ്പിൾ വർഷിപ്പ് അല്ലെങ്കിൽ ട്രീ വർഷിപ്പ്, നമ്മുടെ ഈ സരസ്വതി പഴയ കാലങ്ങൾ തൊട്ട് തന്നെ ടെമ്പിൾ വർഷിപ്പ് ഉണ്ട്, ഈ സ്ത്രീ വർഷിപ്പ് ഉണ്ട്, അതേമാതിരി ട്രീ വർഷിപ്പ് ഉണ്ട്. അപ്പൊ മരത്തിന് ചുറ്റും അല്ലെങ്കിൽ നമ്മള് ആലിന് ചുറ്റും ചുറ്റി വരിക, അങ്ങനത്തെ ആചാരങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നു. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഒരു ദൈവാംശം കാണുന്നു, അല്ലെങ്കിൽ ഇതിൽ നമ്മൾ കണക്ഷൻ, ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള മരത്തിനെയും ദൈവത്തെയും കണക്ട് ചെയ്താണ് നമ്മൾ പോകുന്നത്. ലോർഡ് ബുദ്ധ ഓൾസോ, ബുദ്ധന്റെ നിർവ്വാണം അല്ലെങ്കിൽ ബുദ്ധമതത്തിന്റെ സ്ഥാപകനായ ബുദ്ധന്റെ നിർവ്വാണവും ഒരു പീപ്പിൾ ട്രീന്റെ താഴെയാണ്. അതേമാതിരി കൃഷ്ണനും അവസാന സമയത്ത്, മരണസമയത്ത് പീപ്പിൾ ട്രീന്റെ താഴെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഈ സ്ഥാൽ വൃക്ഷ, ഓരോ സ്ഥാനത്തിന്റെ വൃക്ഷത്തിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇന്ത്യൻ ഫിലോസഫിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം.
ഇതാണ് അശ്വത്ഥ എന്ന് പറഞ്ഞാൽ ഈ മരം, ഇതിന്റെ പേര് സാൻസ്ക്രിറ്റ് വേർഡാണ് അശ്വത്ഥ. അതിന്റെ അർത്ഥം പീപ്പിൾ ട്രീ എന്നാണ്. ഈ പീപ്പിൾ ട്രീയിലാണ് ഭഗവാൻ കൃഷ്ണൻ ഇരിക്കുമ്പോൾ കാലിൽ അമ്പ് കൊള്ളുകയും അതോടുകൂടി ഇഹലോകവാസം വെടിയുന്നു എന്നൊക്കെ ഹിന്ദു മതത്തിന്റെ വിശ്വാസം. അതേമാതിരി തന്നെ അടുത്തതായിട്ട് വേറെയും പല സേക്രഡ് ട്രീസ് ഉണ്ട് ഇന്ത്യൻ ചരിത്രത്തില്. ഭഗവാന്റെ ഈ കൃഷ്ണന്റെയും അർജുനന്റെയും വിശ്വാസം, ഈ അതായത് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗീതാപദേശം നൽകുന്നത് കുരുക്ഷേത്രത്തിൽ ഒരു ബനിയൻ ട്രീന്റെ താഴെ വെച്ചിട്ടാണ്. കാരണം അർജുനനാണ് പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ കൂടെയും അർജുനൻ കേൾക്കത്ത വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് നമ്മളുടെ മനുഷ്യരാശിക്കുള്ള ആ ഗീതോപദേശമാണ്. അപ്പോൾ ഇവരിപ്പോഴും വിശ്വസിക്കുന്നു, അവിടെയുള്ളവർ ഇപ്പോഴും ആ ബനിയൻ ട്രീ, അന്നത്തെ ബനിയൻ ട്രീ തന്നെ ഇപ്പോഴും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതേമാതിരി തന്നെ ലോർഡ് ശിവനും ഇരിക്കുന്നത് ബനിയൻ ട്രീയിലാണെന്നാണ് ഇന്ത്യൻ ഇന്ത്യൻ ഫിലോസഫിയിൽ വിശ്വസിക്കുന്നത്. ദേവീനെ കണക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ മരം, നീം എന്ന് വെച്ചാല് പ്രത്യേകമായിട്ടുള്ള ഒരു തരത്തിലുള്ള മരം. അത് നമ്മള് ഈ അതുകൊണ്ടാണ് ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോൾ നീമിന്റെ ലീഫ് മെഡിക്കൽ വാല്യൂസ് ഉള്ളത്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ മെഡിക്കൽ വാല്യൂസ് ഉള്ള ട്രീസിനെ അവർ സിംബോളിക്കലി ദൈവമായിട്ട് കണക്കാക്കി അത് ആ നീമിന്റെ ഇല കൊണ്ടുവന്ന് വെക്കുമ്പോൾ അതിന്റെ സ്മോൾ പോക്സിനൊക്കെ ട്രീറ്റ്മെന്റിന് വളരെ നല്ലതാണ്. അപ്പൊ അത് നീമിന്റെ പേസ്റ്റ് ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നീം ട്രീയിലാണ് ദേവി ഇരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ബനിയൻ ട്രീ കുരുക്ഷേത്ര സമയത്ത്, യുദ്ധസമയത്ത് ഈ മരത്തിന്റെ താഴെ, അതായത് ബനിയൻ ട്രീന്റെ താഴെ വെച്ചിട്ടാണ് ഗീതാ ഉപദേശം ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകി. കാരണം അർജുനൻ ഇത്തിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങേർക്കൊരു ഗീതോപദേശം നൽകി. അതിൽ കൂടെയാണ് മനുഷ്യന് എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ചെയ്യേണ്ടതെന്നുള്ള ഉപദേശമാണ് കൃഷ്ണൻ ചെയ്യുന്നത്. അതിനെ ഇപ്പോഴും അതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി അവര് ഗവൺമെന്റ് സൂക്ഷിക്കുന്നു. ഇതിലൊക്കെ കാരണം എന്താന്ന് വെച്ചാൽ ഈ നമ്മൾ മരങ്ങളെ അത്രത്തോളം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോ മരത്തിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ മരത്തിന്റെ പരിപാലനം ചെയ്തു പോകുന്നുണ്ട്. ഇന്ത്യയില് നമ്മള് യാഗങ്ങളൊക്കെ ചെയ്യണം, വീട്ടിൽ എന്തെങ്കിലും പൂജകളൊക്കെ ഉണ്ടാകുമ്പോൾ മാവിന്റെ ഇല കൊണ്ടുവന്ന് കെട്ടാറുണ്ട്. അതൊരു ശുഭലക്ഷണമാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സാധാരണ വീടുകളിൽ ക്ലസ്റ്റർ ഫിഗ് എന്ന് പറഞ്ഞൊരു ചെടി ഉണ്ടാവും. അപ്പൊ അതും അവിടെ കൊണ്ടുവന്ന് നമ്മൾ വെക്കാറുണ്ട്. ഇന്ത്യൻ വീടുകളിൽ കാണാറുണ്ട്. കാരണം ഇതൊക്കെ വിഷ്ണുവായിട്ടും വിഷ്ണുവിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഏത് ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന കൽപ്പവൃക്ഷം എന്നുള്ള ലെവലിൽ നമ്മൾ കാണുന്നു. അതിന്റെ ഇലകളിൽ കൂടെ കിംബുഷ്വ ഈ ട്രിനിറ്റി, ബുദ്ധൻ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്റെ സ്ഥാനം അല്ലെങ്കിൽ പ്രസൻസ് ഉണ്ടെന്നുള്ള വിശ്വാസമാണ്. ഈ അടുത്ത സ്ലൈഡിൽ ഞാൻ ക്ലസ്റ്റർ വിഗ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ സാധാരണമായിട്ടുള്ള ഒരു വിശ്വാസം എന്താ വെച്ചാൽ ഇവിടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ 3 പേരുടെയും പ്രസൻസ് ഉണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അപ്പൊ ഇനി യക്ഷകാസ് യക്ഷകാസും യക്ഷീസും ഏഞ്ചലിക് ഗാർഡിയൻസ് ആണ് ഓരോ സ്പെസിഫിക് കമ്മ്യൂണിറ്റിന്റെ ഓരോ വില്ലേജിലും. അപ്പോൾ അവിടെ നമ്മൾ ഋഗ്വേദത്തിലും അഥർവവേദത്തിലും ഉപനിഷത്തിലും ബ്രഹ്മണസിലും ഒക്കെ ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ബുദ്ധിസ്റ്റ് ജാതകാസിലും അവര് രുക്ധാമ അല്ലെങ്കിൽ വിരുക്തധാമ എന്ന് പറയുന്നത് ട്രീനെ അല്ലെങ്കിൽ മരത്തിനെ വർഷിപ്പ് ചെയ്യുക, മരത്തിനെ പൂജ ചെയ്യുക, മരത്തിനെ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചുമന്ന ത്രെഡൊക്കെ കെട്ടിയിട്ടുണ്ടാവും, മഞ്ഞ ത്രെഡ് കെട്ടിയിട്ടുണ്ടാവും മരത്തിലൊക്കെ. കാരണം അതൊരു വിശ്വാസമാണ്, ഇന്ത്യൻ ഫിലോസഫി കാരണമുള്ള വിശ്വാസം. നമ്മൾക്കത് സന്തോഷം തോന്നുമ്പോൾ നമ്മൾ അത് ചെയ്യുന്നു. നമ്മൾക്കത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾക്ക് എന്ത് പ്രാർത്ഥിച്ചോ അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അവിടെ താങ്ക്സ് ഗിവിങ് ചെയ്യുന്നു. യക്ഷകാസ് ആൻഡ് യക്ഷീസ് ഇവരെയൊക്കെ എപ്പോഴും നമ്മൾ ഒരു സ്പിരിറ്റ്സ് ആയിട്ട്, വെജിറ്റേഷൻ സ്പിരിറ്റ് ആയിട്ടും പവറിന്റെ ലൈഫിന്റെ തീർത്ഥങ്കരാസ്, ഓരോ തീർത്ഥങ്കരാസും ഓരോ യക്ഷനും യക്ഷിയും കൂടെ നമ്മൾ പ്രൊട്ടക്ടിങ്
അല്ലെങ്കിൽ നമ്മള് ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന് പറയാം ഇതില്. അപ്പോ അങ്ങനെ ഒരു നമുക്കൊരാൾ ഒപ്പോഴും ഉണ്ട്, നമ്മളെ സൃഷ്ടിക്കുന്നുണ്ട്, രക്ഷപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ഇതിന്റെ അവിടെ യക്ഷകനും യക്ഷീനും അവിടെ മരത്തിന്റെ താഴെ സ്ഥാപിച്ചിരിക്കുക. പിന്നെ കൂടാണ്ട് മരങ്ങൾ എന്തൊക്കെ ചേരുന്നു, ട്രാവലേഴ്സിന് ഷെൽട്ടർ കൊടുക്കുന്നു, അതേമാതിരി തന്നെ ട്രാവൽസിന് ഓരോ ലെസൺസും കൊടുക്കുന്നുണ്ട്. ഈ ഫലങ്ങൾ, ഫലവൃക്ഷങ്ങൾ, മാങ്ങ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചക്ക ആയിക്കോട്ടെ, ഇതിനൊക്കെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു സർവീസ് എന്നുള്ള ലെവലിലും അവിടെ വരുന്നുണ്ട്. ആനിമൽസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിൽ അഹിംസയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഒരു ആനിമലെയും നമ്മൾ കൊന്നു തിന്നാൻ ഉദ്ദേശിക്കുന്നില്ല, അതിനെ അതേസമയം പരാമർശിച്ചു പോകുന്നു, അതിനെ പ്രൊട്ടക്ട് ചെയ്തു പോകുന്നു. അതുകൊണ്ടാണല്ലോ അഹിംസ, നോൺ വയലൻസ് നമ്മളുടെ ഹിന്ദുയിസത്തിൽ അത്രത്തോളം ഉള്ളത് കൊണ്ടാണ് ഗാന്ധിജി, അവരും വിഷ്ണു മതക്കാരാണ്, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നോൺ വയലൻസ് അഡോപ്റ്റ് ചെയ്ത് ഇന്ത്യനെ ഫ്രീഡം കിട്ടിയതും. അതേമാതിരി തന്നെ ജൈനിസത്തിലും അവരെ ഒന്നും കൊല്ലാനോ അനിമൽ ഹിംസ അവർ പാടില്ല. നടക്കുന്ന സ്ഥലത്തൊക്കെ അവർ അടിച്ചു വാരിക്കൊണ്ടാണ് നടക്കുന്നത്. കാരണം ഒരു ചെറിയ എറുമ്പിനെ കൂടെ കൊല്ലാൻ പാടില്ല എന്നുള്ള വിശ്വാസമാണ്. ഇപ്പൊ ഇത്രത്തോളം അവർ അത്രയും നമ്മുടെ ജൈനമതവും ഹിന്ദുമതവും ജൈനമതം ബുദ്ധമതം കണക്ട് ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ ക്രീച്ചേഴ്സ് സർവത്തിലും നമ്മൾ ഭഗവാന്റെ അല്ലെങ്കിൽ അഹിംസയിൽ കൂടെ നമ്മൾ നമ്മളുടെ ബർത്തിനെ അല്ലെങ്കിൽ റീബർത്തിനെ പ്യൂരിഫിക്കേഷൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇന്ത്യൻ ഫിലോസഫി. ആ ഇന്ത്യൻ ഫിലോസഫിയിൽ കൂടെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ട്രൂത്ത് ആയിട്ടിരിക്കണം, സിൻസിയർ ആയിട്ടിരിക്കണം, ദാനം ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം. ഇങ്ങനെ 5 വെർച്യൂസ് ഒക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഫിലോസഫിക്ക് വേൾഡിൽ ഇത്രയും ഇമ്പോർട്ടൻസ്. ഇനി ഇതിൽ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും വരിക. അപ്പോ ഇവിടെ കൺസർവേഷൻ ആണ്. ഇവിടെ കൺസർവേഷൻ നോക്കുന്നത് എന്താ വെച്ചാൽ വർഷങ്ങളോളം ഇതിനെയൊക്കെ നമ്മൾ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോയി. ഈ നമ്മളുടെ ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുള്ള പല യുഗങ്ങളിൽ, ആ യുഗങ്ങളിൽ നിന്ന് ആന്ത്രോപോളജിയിലും മനുഷ്യരാശിനെ പറ്റിയുള്ള പഠിക്കല്, പാലിയോളജിയിലും ഇതിലൊക്കെ നമ്മൾ എൻവയറമെന്റൽ എത്രത്തോളം നശിച്ചു അല്ലെങ്കിൽ എത്രത്തോളം ഡീഗ്രഡേഷൻ വന്നു, എന്തുകൊണ്ടെന്ന് വന്നു. അപ്പോൾ മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയല്ലോ, മനുഷ്യന് ഫയർ കണ്ടുപിടിക്കുകയും ആ ഫയറിൽ കൂടെ മോഡിഫിക്കേഷൻ ഉണ്ടാക്കുകയും കോൺസെൻട്രേഷൻ പോപ്പുലേഷൻ കൊണ്ടുവന്നു. കൂടുതൽ പോപ്പുലേഷൻ വരുന്നു. കൂടുതൽ പോപ്പുലേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മനുഷ്യരാശിയിലെ ഈ എൻവയറമെന്റൽ അല്ലെങ്കിൽ ഈ വേൾഡിൽ ഉള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ ഉപയോഗിക്കപ്പെട്ടു വരുമ്പോഴാണ് അതവിടെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോവുക. പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഈ ആനിമൽസിനെയും പ്ലാന്റ്സിലേക്ക് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് നമ്മളുടെ ആവശ്യത്തിന് ഉള്ള ലെവലിൽ നമ്മളുടെ വിധിയിൽ കൂടെ അതിനെ വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി സസ്റ്റൈനബിലിറ്റി വരുമ്പോഴത്തേക്കും എത്രത്തോളം നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, ആ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളങ്ങളും സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, എത്രത്തോളം ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ സസ്റ്റൈനബിലിറ്റിയും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ അടുത്ത വരുന്ന രാശിക്ക് ഈ നേച്ചറിൽ ഒന്നുമില്ലാണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വനമഹോത്സവം ഒക്കെ നടത്തിക്കൊണ്ടു പോകുന്നത്. കാരണം ഇതിൽ കൂടെ ഒരു മരം വലുതായി വലിയൊരു മരമായിട്ട് വരണമെങ്കിൽ വർഷങ്ങളും യുഗങ്ങളും എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നഷ്ടപ്പെടുത്താൽ അതിനെ തിരിച്ചു കൊടുക്കണം, നേച്ചറിലേക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് നമ്മളുടെ ഒരു നിർബന്ധമാണ്. പിന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുക, വളർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, എത്രത്തോളം നമ്മൾക്ക് പ്രൊട്ടക്ട് ചെയ്ത് പോകാൻ പറ്റുമോ അത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യൻ കൾച്ചറിന്റെയും ഇന്ത്യൻ ഫിലോസഫിന്റെയും മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഇനി ഇവിടെ എത്തിക്സ് എന്തുകൊണ്ടാണ് ഈ ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ്, നമ്മളിപ്പോ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്, ഹിസ്റ്ററി ഓഫ് എൻവയറമെന്റ് ആണ്. അപ്പോൾ ഹിസ്റ്ററിക്കും എൻവയറമെന്റിനും തമ്മിലുള്ള കണക്ഷൻ എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു തോന്നൽ വന്നത്, എന്തുകൊണ്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, എന്തുകൊണ്ട് റെസ്റ്റോർ ചെയ്യണം, എന്തുകൊണ്ട് കൺസർവ് ചെയ്യണം, ഒരു മനുഷ്യരാശിയുടെ തന്നെ
കൺസർവേഷൻ എന്ന് വെച്ചാൽ പരിപാലിക്കുക, അടുത്ത ഫ്യൂച്ചറിൽ ആൾക്കാർക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി പരിപാലിച്ച് സ്ഥിരമായിട്ട് നിർത്തുക. റെസ്റ്റോറേഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും മരങ്ങൾ ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടിരിക്കാൻ നോക്കുക. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ മാത്രമേ അടുത്ത യുഗങ്ങളിൽ വരുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതാണ് ഈ ലെസന്. അതായത് ഇന്ത്യയിൽ എന്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇതിനെ എങ്ങനെ ചെയ്തിരുന്നു, അതാണ് ഈ ലെസണിൽ നമ്മൾ പരാമർശിക്കുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ഇൻസ്പെക്ടർ ആണ് ബ്രാൻഡീസ്. അപ്പോ ഫസ്റ്റ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് ആണ്. അപ്പൊ അങ്ങേരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ സേക്രഡ് ആയിട്ടുള്ള ഗ്രോവ്സ് അല്ലെങ്കിൽ ഗാർഡൻസ് ഉണ്ടാക്കുക. അത് ഈ ഇന്ത്യയിൽ നിന്നും നശിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ട പ്രവർത്തികൾ ചെയ്യുക. അതാണ് അങ്ങേരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ആ ബ്രിട്ടീഷ് ടൈമിൽ അങ്ങേര് ചെയ്തിരുന്നു. അപ്പൊ എങ്ങനെയാ ചെയ്തെന്ന് വെച്ചാല് ഒരു എക്കോളജിക്കൽ അഡോപ്ഷൻ ആണ് എടുക്കുന്നത്. കൺസർവേഷൻ, ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മരത്തിനെ കൺസർവ് ചെയ്യാന്ന് വെച്ചാൽ പ്രൊട്ടക്ട് ചെയ്യുക, വളർത്തിക്കൊണ്ടുവരിക, നശിപ്പിക്കാണ്ടിരിക്കുക. ഇതൊക്കെ പ്രത്യേകതരമായിട്ടുള്ള ഒരു ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു കാസ്റ്റിന്റെ ഡ്യൂട്ടീസ് ആയിരുന്നു. അവരെ കൂടെ കൂട്ടിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വരുത്തിയിട്ടുള്ളത്. ഇനി എങ്ങനെ ചെയ്തു അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആദ്യം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്തുകൊണ്ടാണ് നമ്മളുടെ നാവിഗേഷൻ ടൈമിൽ, അതായത് വേൾഡ് ലോകത്തിൽ ഒരു ലിങ്കേജ് വരുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഗ്ലോബലായിട്ട് അവര് നാച്ചുറൽ ഡൈവേഴ്സിറ്റി പോസിബിൾ ആണ് സമയത്ത് ഇംഗ്ലീഷുകാർ ഇവിടെ വരാനുള്ള കാര്യം തന്നെ അവർക്ക് കോട്ടന് വേണ്ടിയിട്ടാണ്. അവര് എങ്ങനെ വന്നു? നാവിഗേഷൻ ഉപയോഗിച്ച് മരങ്ങൾ അവര് കപ്പൽ വഴി കടൽ വഴി വന്നു. അപ്പൊ അവിടെ കണക്ഷൻ വന്നു, ഗ്ലോബലായിട്ട് കണക്ഷൻ വന്നു, ആ ഡൈവേഴ്സിറ്റി വന്നു. എന്തുകൊണ്ട് അവര് വന്നു? വെസ്റ്റേൺ കൺട്രിയില് സയന്റിഫിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങി 18th സെഞ്ചുറിയിൽ. അപ്പോൾ ആ ഇലക്ട്രിക് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുറന്നുകൊണ്ടാണ് പ്രത്യേകമായിട്ടും നമ്മൾ പറയുന്നുണ്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലാണ്. അപ്പോൾ അവരുടെ നാട്ടിൽ ഈ പ്രത്യേകതരമായ ഈ കോട്ടൺ ഇല്ലാത്തത് കൊണ്ട് അവർ നാടുകളെ എൻക്വയർ ചെയ്യുമ്പോൾ ഈജിപ്തിലും ഇന്ത്യയിലും ഒക്കെ, അതായത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള സ്ഥലത്തെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഈ കോട്ടൺ. അപ്പൊ അപ്രീസിയേഷൻ ചെയ്തിട്ട് എവിടെ കിട്ടുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ സയൻസിന്റെ ഡെവലപ്മെന്റില് ഭൂമിയുടെ രൂപം അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കൂടെ ട്രാവൽ ചെയ്താൽ തിരിച്ച് എവിടെ നിന്ന് തുടങ്ങുന്നോ ആ ഷേപ്പ് ഓഫ് ദ എർത്ത് അതിനെ പ്യൂരിഫൈ ചെയ്ത് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഈ സയൻസിന്റെ ഡെവലപ്മെന്റ് കൊണ്ട് നേച്ചറിലും അതേമാതിരി നേഷനിലും രണ്ടിലും അത് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിനിത ദാമോദരൻ പറയുന്നത് എന്താ വെച്ചാൽ വേർഡ് പ്രത്യേകമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കൺസർവൻസി. അതായത് ആദ്യമായിട്ട് 14ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിൽ ഉപയോഗിച്ചു കൺസർവൻസി. എന്തിനാണ്? ആ റിവർ തേംസിനെ കൺസർവ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, നശിച്ചു പോകാണ്ട് അതിനെ കൺസർവ് ചെയ്ത് അതിനെ പരിപാലിച്ച് അതിന് വേണ്ട ശ്രമമെടുത്ത് ഗവൺമെന്റ് അതിന് വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് ആ തേംസിന്റെ ഭംഗിയോ അല്ലെങ്കിൽ തേംസിലുള്ള വാട്ടർ പൊല്യൂഷൻ വരാണ്ടിരിക്കാൻ ചെയ്തതും 14ാം നൂറ്റാണ്ടിൽ. അതേമാതിരി തന്നെ ഇവിടെയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ ചാൾസ് ഡാർവിൻസിന്റെ തിയറി, അപ്പോ ചാൾസ് ഡാർവിൻസിന്റെ തിയറി പ്രകാരം ഓരോന്നും വലുതായി വരുന്നു, വളരുന്നു. അപ്പോൾ ഇത് കുറെ സമയമെടുക്കും. വളരെ സമയം കൊണ്ടാണ് ഈ ഡാർവിൻസ് തിയറിനെ പ്രാക്ടിക്കലി മനസ്സിലാക്കി കൊടുക്കുന്നത് ആൾക്കാർക്ക്. നേച്ചറിലെ മൃഗങ്ങളും ആനിമൽസും എല്ലാം യൂണിവേഴ്സൽ ലോസ് പഠിച്ച് മനസ്സിലാക്കി വന്നിട്ടുള്ളവരാണ് സയന്റിസ്റ്റുകാർ. ആ സയന്റിസ്റ്റ് എന്താ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഹ്യൂമൻസിന്റെ ക്രിയേഷൻ ആണ് കൾച്ചറും സിവിലൈസേഷനും. ഏത് വിധത്തിലാണോ
മനുഷ്യൻ പരസ്പരം ഇന്ററാക്ഷൻ ചെയ്യുന്നത്, അങ്ങനെയാണ് ആ സിവിലൈസേഷൻ അവിടെ വരിക. അവരുടേതായ പ്രത്യേകതരമായ ഒരു കൾച്ചറും വരുന്നുണ്ട്. അപ്പോൾ ആ കൾച്ചറും സിവിലൈസേഷനും തമ്മിൽ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള റിവർ വാലി സിവിലൈസേഷൻ എല്ലാം നോക്കിയാലും ഏകദേശം ഒരേമാതിരി തന്നെയായിരിക്കും. ഇനി നമ്മൾ കൺസർവേഷനിൽ ഇത്രയും തന്നെ പറഞ്ഞു. യൂറോപ്പിലും കൺസർവേഷൻ ഉണ്ടായിരുന്നു. അതിനെ റെസ്റ്റോറേഷൻ എന്ന് പറയും, തിരിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇതിൽ കൂടെ കാണുമ്പോൾ വളരെ വളരെ ഒരുപാട് ലേക്സ് ഉണ്ടാക്കുന്നുണ്ട്. ലേക്സിനെ എല്ലാ വിധത്തിലുള്ള അക്വാറ്റിക് പൊല്യൂഷൻസ്, അക്വാറ്റിക് സിസ്റ്റംസ് ഉണ്ടാക്കി മാക്സിമം അതിനെ ഗ്രേസിൽ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ നമ്മൾ US ഒരു പ്രത്യേകതരം 72 അമേരിക്കയില് അവർ പബ്ലിക് പാർക്ക്, യെല്ലോ സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു പബ്ലിക് പാർക്ക് ഉണ്ടാക്കുകയും അതിൽ വഴി അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ കാനഡയിൽ അതാണെങ്കിൽ ബഫനഫ് നാഷണൽ പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേമാതിരി 14 യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ഇതൊക്കെ കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ട്, യെല്ലോ സ്റ്റോൺ പാർക്ക്. ഇത് USA നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഈ പാർക്കിൽ ഇവരെ പ്രൊട്ടക്ഷൻ ചെയ്ത് വന്നിരിക്കുന്നത് കൺസർവേഷൻ ആണ്. അതിനെ അതിൻ്റെതായ വിധത്തിൽ കൺസർവ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പൊ അതിന്റെ ചെടികളും കൊടികളും എല്ലാം അതിൻ്റെതായ നാച്ചുറൽ ആയിട്ടുള്ള ലെവൽ അത് വളർന്നു വരും. നല്ല വിധത്തിൽ റിമൂവൽ ചെയ്യാൻ പാടാണ്ട് പോവുക. ഇനി ഇത് കാനഡയിലാണ്. ഇതിന്റെ ആ നാച്ചുറൽ സീനറിയും ആ നാച്ചുറൽ ആയിട്ടുള്ള ബെനിഫിറ്റും മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിനെ വളർത്താൻ. ഇത് 1910 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു കൺസർവേഷൻ ഓർഗനൈസേഷൻ ഉണ്ടാക്കി. അതുകൊണ്ട് അവര് നാഷണൽ ട്രസ്റ്റ് ഉണ്ടാക്കി. 1895 പ്രിസർവേഷൻ വൈൽഡ് ഫ്ലോണ ആൻഡ് എംപയറിലുള്ള എല്ലായിടത്തും ഉണ്ടാക്കി. 1889 1913 ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രിയ ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു പാർക്ക്, നാഷണൽ പാർക്സ് എല്ലാ സ്ഥലങ്ങളിലും നാഷണൽ പാർക്ക്, നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യണം അവനവന്റെ രാജ്യത്തിൽ. അതാണ് അതിന്റെ ഉദ്ദേശം. അവനവന്റെ രാജ്യങ്ങളിൽ അതാത് തലവന്മാരെ മീറ്റ് ചെയ്യുകയും അവര് സംസാരിക്കുകയും ഇതേമാതിരി ട്രസ്റ്റ് ഫോം ചെയ്യുകയും അതിൽ കൂടെ ഡിസിഷൻ എടുക്കുന്നു. എൻ്റെ രാജ്യത്തിലുള്ള നേച്ചുറൽ നാഷണൽ പാർക്സ് വഴി നമ്മളുടെ ഫ്ലോറ, ഫോണ, വൈൽഡ് ആനിമൽസ്, വൈൽഡ് പ്ലാന്റ്സ് എല്ലാത്തിനെയും പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിൽ വരുന്നു. ഇനി 20-ാം നൂറ്റാണ്ടിൽ എന്താ വരുന്നത് വെച്ചാൽ, 20-ാം നൂറ്റാണ്ടിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടും കുറച്ചുകൂടെ വെസ്റ്റേണൈസ്ഡ് ആയിട്ടും ഈ കോളനീസിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ കോളനീസിലും ഈ പ്രിസർവേഷൻ അല്ലെങ്കിൽ പ്രോഗ്രസീവായിട്ട് ആനിമൽസിന് അല്ലെങ്കിൽ വൈൽഡ് ലൈഫിലുള്ള ഫോറസ്റ്റ് ആയിക്കോട്ടെ, റേഞ്ചസ് ആയിക്കോട്ടെ, വാട്ടർ പവർ ആയിക്കോട്ടെ, എല്ലാത്തിനെയും റിന്യൂവബിൾ ഓർഗാനിക് റിസോഴ്സസ് ആക്കി മാറ്റുക. എന്നിട്ട് അതിനെ ഹാർവെസ്റ്റ് ചെയ്യുക, സയന്റിഫിക് ആയിട്ട് ചെയ്യുക. അതിനെ ഫാസ്റ്റർ ആയിട്ട് തീർക്കാണ്ട് വളരെ തിരിച്ചും കിട്ടുന്ന വിധത്തിൽ ഉള്ള ഒരു ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാണ് 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ കാണുന്നത്. ഇനി അതേമാതിരി എന്ത് ആക്ഷൻ അവരെടുത്തു, 20-ാം നൂറ്റാണ്ടിൽ എന്ത് ആക്ഷനാണ് അവരെടുത്തതെന്ന് വെച്ചാൽ 1913 ഒരു കോൺഫറൻസ് നടത്തി. പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ ഇൻ സ്വിറ്റ്സർലൻഡിലാണ് ഇത് നടക്കുന്നത്. ഇവിടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് വരികയും അവര് സംസാരിക്കുകയും അവർ ഇതിൽ കൂടുതൽ കോപ്പറേഷനിലായിട്ട് എന്തൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയും 1930 ഇന്റർമീഡിയറ്റ് സ്റ്റെപ്സ് ആയിട്ട് അവർ എടുത്തിട്ടുള്ള സ്റ്റെപ്സ് ആണ്. 2 സ്റ്റെപ്പ് അവർ എടുത്തിട്ടുണ്ട്. ഒന്ന്, സെക്കൻഡ് ഇന്റർനാഷണൽ കൺസർവേഷൻ കോൺഫറൻസ് ഇൻ പാരീസ് 1923 23 ഒരു പാരീസിൽ ഒരു കോൺഫറൻസ് നടത്തി. 1928 ഇന്റർനാഷണൽ ഓഫീസ് ഫോർ പ്രൊട്ടക്ഷൻ എന്താണ് ബ്രുസെയിൽസിൽ. ഇത് രണ്ടും ഈ പരിണാമം, ഈ മീറ്റിംഗിന്റെ കോൺഫറൻസിന്റെ ആക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ പരിണാമമായിട്ട് റിസൾട്ട് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇതിൽ കൂടെ എന്തൊക്കെയാ ചെയ്ത് വെച്ചാൽ, ബേർഡ് കൺസർവേഷൻ പാരീസിൽ ഉണ്ടാക്കി 1933. പിന്നെ ആഫ്രിക്കയിലുള്ള ഫ്ലോറ ഫോണയൊക്കെ കൺസർവ് ചെയ്യാനായിട്ട് 1933 ഒരു കോൺഫറൻസ് നടത്തി. അമേരിക്കയില്, നോർത്ത് അമേരിക്കയില് വൈൽഡ് ലൈഫ് കോൺഫറൻസ് നടത്തി 1936. ഇതൊക്കെ ആക്ഷൻസ് എടുത്താണ്. എന്ത് ആക്ഷൻ അവർ എടുത്തു എന്ന് ചോദിച്ചാൽ, ഈ മീറ്റിംഗില് ഒരു പാൻ അമേരിക്കൻ യൂണിയൻ
1940 എടുത്തു. എന്നിട്ട് കൺസർവേഷൻ ഇഷ്യൂസ് ഉണ്ടാക്കി. ആ ഇഷ്യൂസ് വഴി ഇവർ വെസ്റ്റേൺ ഹെമിസ്ഫിയർ മുഴുവനും പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്നു. ഈ ലെവലിൽ ഇക്കോളജിയും എവല്യൂഷണറി ബയോളജിയും എടുത്ത് സയന്റിഫിക് ആയിട്ട് അതിനെ അസംഷൻ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇത് കൂടാണ്ട് ഒരു ഇക്കോളജി എന്ന് വെച്ചാൽ ടേം എന്താണ്? ഈ ഇക്കോളജി എന്ന് പറയുമ്പോൾ ജർമ്മൻ ജിയോളജിസ്റ്റിന്റെ പേരിലാണ് ഒരു സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് നടത്തുകയും അതിന്റെ ലാൻഡ്സ്കേപ്പിലും ഓരോ എവല്യൂഷൻ, ഓരോ വ്യത്യാസം, ബയോളജിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, അപ്പോൾ അങ്ങനെ കൺസർവേഷൻസ് നടത്തിക്കൊണ്ടുവരുമ്പോൾ വളരെ കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് കൊണ്ടുവരുന്നത്. ക്രിട്ടിസൈസ് ചെയ്ത് പെർസ്പെക്റ്റീവായിട്ടും അല്ലെങ്കിൽ ഈ ജനറൽ ആയിട്ടുള്ള കണക്ഷൻ, വേൾഡിലെ ലാൻഡ്, ഭൂമി ഒരുമിച്ച് അല്ലെങ്കിൽ ലാൻഡ് ഒരുമിച്ച് എന്നുള്ള ലെവലില് മനുഷ്യൻ അതിനെ ഹെൽത്തി ക്വാളിറ്റി ലൈഫിന് ജീവിക്കാനുള്ള വിധത്തിൽ സിസ്റ്റത്തിനെ, ഇന്ത്യൻ സിസ്റ്റത്തിനെ ആയിക്കോട്ടെ ലോകം മുഴുവനും ആ ഒരൊറ്റ നാച്ചുറൽ സിസ്റ്റത്തില് കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഇക്കോളജി എന്ന് പറഞ്ഞ ആ ടേമിൽ കൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതാണ് ഒരു മാനവരാശി നല്ല ക്വാളിറ്റി ലൈഫിൽ ജീവിച്ചു വരിക. അപ്പൊ അതിന് വേണ്ട ആക്ഷൻസ്, അതിന് വേണ്ട റിയാക്ഷൻസ് എല്ലാ തലവന്മാരും, എല്ലാ രാജ്യത്തിലെ തലവന്മാരും എടുക്കണം. ഇന്റർനാഷണൽ യൂണിയൻ കൺസർവേഷൻ IUCN ഇവരെടുത്തു. സെക്കൻഡ് വാറിന് ശേഷമാണ് ഇതിൽ എല്ലാ രാജ്യത്തിനെയും വിളിക്കുകയും അവരെ പുതിയ ഇൻഡിപെൻഡന്റ് ആയ രാജ്യങ്ങളെ വിളിക്കുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഡീകോളനൈസേഷൻ ചെയ്തവർക്കും ഇക്കണോമിക്കൽ ഡെവലപ്മെന്റ് ഇല്ലാത്തവർക്കും എങ്ങനെ അത് ചെയ്യാം അല്ലെങ്കിൽ ഏത് വിധത്തിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മീറ്റിംഗിൽ കൂടെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. 1948 ഒരു കൺസർവേഷൻ നേച്ചർ എന്നുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാക്കി. അതിൽ കൂടെ വേൾഡ്, ലോകം മുഴുവനുമുള്ള ബയോട്ടിക് എൻവയറമെന്റ്, ആകെ മൊത്തം ലോകത്തിലുള്ള ബയോട്ടിക് എൻവയറമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഏത് വിധത്തിൽ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഇതൊക്കെ അവർക്ക് എല്ലാ രാജ്യത്തിലെയും ഉള്ള രാഷ്ട്രത്തിലുള്ളവർക്കും അവരുടെ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കാനും ഈ ഓർഗനൈസേഷൻ മുഖാന്തരം നേച്ചറെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ഒരു ഐഡിയാസ് ആണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് UNO പ്രോഗ്രാമാണ്. ദാറ്റ് ഈസ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണല്ലോ യുണൈറ്റഡ് നേഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം UNOന്റെ ഇൻവോൾവ്മെന്റ് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ആ പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് UNO. അപ്പോൾ അവരെടുക്കുന്ന പോളിസികൾ, അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പോളിസികൾ എല്ലാ മെമ്പർ സ്റ്റേറ്റ്സിനും അല്ലെങ്കിൽ എല്ലാ മെമ്പർ കൺട്രികളും മനസ്സിലാക്കുകയും കൺസർവേഷൻ പ്രോഗ്രാംസിലേക്ക് വേണ്ടിയിട്ടുള്ള തുടക്കങ്ങൾ കുറിക്കുകയും ചെയ്യുന്നു. ഇതിൽ കൂടുതൽ അവർ പറഞ്ഞു കൊടുക്കുന്ന ഇഷ്യൂസ് മുഴുവനും നല്ല ഡിസിപ്ലിനായിട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കുക, മെത്തേഡ്സ് ഉണ്ടാക്കുക, കഴിയുന്നിടത്തോളം വാറൊക്കെ കുറയ്ക്കുക. ഇതൊക്കെയാണ് UNO പ്രോഗ്രാമിലും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ മെമ്പർ നേഷൻസിനും വേൾഡ് മുഴുവനും UNOന്റെ കൺട്രോളിൽ കൊണ്ടുവരികയും അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കൺസർവേഷൻ പ്രോഗ്രാംസ്, അവരുടെ കൺസർവേഷൻ പ്രോഗ്രാംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ സയന്റിഫിക് ആയിട്ട് ഇന്റർ റിലേഷൻസ്, അത് ടെറസ്ട്രിയലായാലും ശരി, വെള്ളത്തിലായാലും ശരി, സമുദ്രത്തിലായാലും ശരി, ആകാശത്തിൽ അറ്റ്മോസ്ഫിയറിലായാലും ശരി, ഇതിലെല്ലാം ഒരു സയന്റിഫിക് ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ വേൾഡ് വൈഡ് ഫണ്ട് ഉണ്ടാക്കി അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതേമാതിരി അതിന്റെ ലീഡേഴ്സിന് പ്രിസർവേഷൻ സെറ്റ് ഓഫ് പോളിസീസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു 1961. പിന്നെ അതിന്റെ കൂടെയാണ് നാഷണൽ പാർക്സ്. എല്ലാ സ്റ്റേറ്റ്സിലും എല്ലാ നേഷൻസിലും അവനവന്റെ കൺട്രിയിലുള്ള നാഷണൽ പാർക്സിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതിന്റെ പാർക്കിന്റെ കൂടെ തന്നെ വൈൽഡ് ലൈഫ്, വൈൽഡ് നേച്ചർ, വൈൽഡ് പ്ലാന്റ്സ് എല്ലാം പ്രൊട്ടക്ട് ചെയ്യുക. അത് മാത്രമല്ല ചെറിയ പുതുതായിട്ട് വന്നിട്ടുള്ള രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ അവർക്കും അത് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടാ. അപ്പൊ എത്രത്തോളം അതിന്റെ കൺസർവേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. UNOയുടെ കോൺഫറൻസ് നടക്കുകയാണ്. UNOയുടെ കോൺഫറൻസ് വരുമ്പോഴത്തേക്കും 1968 ഒരു പ്രപ്പോസൽ കൊടുക്കുന്നു. അത് കഴിഞ്ഞ ശേഷം 1972 ഒരു കോൺഫറൻസ് ജൂണിൽ നടത്തുന്നുണ്ട്. ഈ ജൂൺ മുഖാന്തരം ഇവര് ഇതിനെയൊക്കെ കൊണ്ടുവന്ന് ഇതില് എന്തിനാണ് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഈ ലോകത്തിൽ
ഈ വേൾഡിൽ നമ്മൾ എത്രത്തോളം ജീവിക്കുന്നോ അത് ജീവിക്കുന്ന സമയത്ത് അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് ചെടികൾക്കും കൊടികൾക്കും മരങ്ങൾക്കും നേച്ചറിനും, ഇല്ലെങ്കിൽ നാളെ മനുഷ്യരാശി തന്നെ തീർന്നു പോകും എന്നുള്ള ഒരു ലെവലിൽ ഉള്ള ആ ഭീതി മനസ്സിലാക്കി കൊടുത്ത് പ്രൊട്ടക്ഷൻ ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. കോൺഫറൻസ് നടത്തുന്നുണ്ട് UN, പല വിധത്തിലുള്ള കോൺഫറൻസസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഫോറിൻ എയ്ഡ് കൊടുത്തിട്ട്, ഫോറിൻ എയ്ഡ് എന്ന് വെച്ചാൽ ധനസഹായം കൊടുക്കുക. US ഫോറിൻ അസിസ്റ്റൻസ് പോളിസി ഉണ്ട്. വേൾഡ് ബാങ്ക് കടം കൊടുക്കുന്നു, ലീഡിംഗ് ആയിട്ടുള്ള വേൾഡ് ബാങ്ക് കടം കൊടുക്കുന്നു, ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കൊണ്ടുവരുന്നു. ഇതൊക്കെ ചെയ്ത് ഈ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള കൺട്രീനെ എക്കോസിസ്റ്റത്തില്, അവനവന്റെ പറഞ്ഞിട്ടുള്ള എക്കോസിസ്റ്റത്തിലും അതിന്റെ പരിമിതമായ നിർമ്മിതിക്കുള്ളിൽ ഉള്ള എക്കോസിസ്റ്റം വഴി എല്ലാ സ്റ്റോക്ക്ഹോമിലാണ് ഈ മീറ്റിംഗ് നടത്തുന്നതും ഇതിനെപ്പറ്റിയുള്ള ഡിസിഷൻസ് എടുക്കുന്നതും. ഇനി വേൾഡ് ചാപ്റ്റർ ഒക്കെ ഉണ്ടാക്കുന്നു. അതിനുശേഷം വേൾഡ് ചാപ്റ്റർ ആയിട്ടുള്ള നേച്ചറിന് വേണ്ടി അല്ലെങ്കിൽ ഭൂമിക്ക് വേണ്ടി 1982 ഒക്ടോബർ 22 യുണൈറ്റഡ് നേഷൻസ് ഒരു പോളിസി അഡോപ്റ്റഡ് ഒരു വേൾഡ് ചാപ്റ്റർ ഫോർ നേച്ചർ എന്നുള്ള പോളിസി അഡാപ്റ്റ് ചെയ്യുന്നു. ഇതിൽ കൂടെ 5 പ്രിൻസിപ്പിൾസ് ആണ് അവർ കൺസർവേഷന് കൊണ്ടുവരുന്നത്. ആ കൺസർവേഷൻ എന്താന്ന് വെച്ചാൽ ഹ്യൂമൻ എഫക്റ്റിംഗ് നേച്ചർ അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ഒരു പോളിസിയിലേക്കും, നേച്ചറിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ആ നേച്ചറിന്റെ റെസ്പെക്ട് വഴി നമുക്ക് ആവശ്യമായ എസെൻഷ്യൽ പ്രോസസ് മാത്രമല്ല, നമ്മളുടെ വരും തലമുറയെ കൂടെ നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണം എന്നുള്ളതാണ് പറയുന്നത്. ജനറ്റിക് ആയിട്ട് എർത്തിലുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാണ്ട് പോപ്പുലേഷൻ നോക്കുക, അതേമാതിരി വൈൽഡ് ആയിട്ടും ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആനിമൽസിന്റെയും അതിന്റെ സർവൈവല്, അവർക്ക് വേണ്ടുള്ള ഹാബിറ്റാറ്റ്സ്, അവരുടെ സേഫ് ഗാർഡ്, ഇതൊക്കെ ചെയ്തു കൊടുക്കുക. എർത്തിലും ഭൂമിയിലും വെള്ളത്തിലും എല്ലാ പ്രിൻസിപ്പിൾസിലും കൺസർവേഷൻ കൊണ്ടുവരിക, പ്രൊട്ടക്ഷൻ കൊടുക്കുക. റെപ്രസെന്റേറ്റീവ്സ് എന്തൊക്കെ സാമ്പിൾസ് എടുത്ത് എക്കോസിസ്റ്റം എങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകാം, ഹാബിറ്റാറ്റ് എങ്ങനെ പരിപാലിച്ചു കൊണ്ടാകാം, ഓരോ വംശങ്ങളും നശിക്കാണ്ടിരിക്കാൻ, എൻഡേഞ്ചേർഡ് സ്പീഷീസിലേക്ക് കൊണ്ടുപോകാണ്ടിരിക്കാനുള്ള തോക്കുകൾ, ഇങ്ങനെയാണ് ഈ എക്കോസിസ്റ്റം കൊണ്ടുവരികയും അതിൽ കൂടെ മറൈനിലുള്ള ലെവലിലും മറൈൻ അറ്റ്മോസ്ഫിയർ, മനുഷ്യൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എത്രത്തോളം സസ്റ്റെയിൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും കൊണ്ടുപോവുക. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് UNOന്റെ ഡിഗ്രഡേഷൻ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മളുടെ ഹോസ്റ്റൈൽ ആക്ടിവിറ്റീസ് ഒക്കെ കുറയ്ക്കണമെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. കൺസർവേഷൻ സ്ട്രാറ്റജീസ് അവരെടുത്തത് മുഴുവനും പ്രോസസ്, ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റംസ് കൊണ്ടുവരിക, ജനറ്റിക് ഡൈവേഴ്സിറ്റി കൊണ്ടുവരിക, എൻഷുർ സസ്റ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരിക. 1980 ഇത് ഒരു റെക്കഗ്നേഷനായി ചെയ്ത് എലിവേറ്റ് ചെയ്ത് നാട്ടിലുള്ള ഭക്ഷ്യക്ഷാമം നിർത്തുക, പോവർട്ടി നിർത്തുക, ഇംപ്രൂവ് ചെയ്യുക, പബ്ലിക് ഹെൽത്ത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഗ്ലോബൽ ഇൻഇക്വാലിറ്റി കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ ഈ വേൾഡ് കൺസർവേഷൻ സ്ട്രാറ്റജീന്റെ പോളിസീസ് എല്ലാ കൺട്രികളും പരിപാലിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് വളരെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഇതിനെപ്പറ്റി നമ്മൾ ചേഞ്ച്ഡ് ആയിട്ട് വരുമ്പോൾ എന്ത് ഡെഫിനിഷനാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്? എൻവയറമെന്റൽ കൺസർവേഷൻ, അല്ലെങ്കിൽ അതിന്റെ പ്രൊട്ടക്ഷൻ, അതിന്റെ മാനേജ്മെന്റ്, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചേഞ്ച് ചെയ്ത് നോക്കുന്നതിന്റെ ഈ എൻവയറമെന്റിൽ ചെയ്യേണ്ടുള്ള പോളിസികൾ. ഇതാണ് UN സ്ട്രെസ് ചെയ്ത് പറയുന്നത്. സസ്റ്റെയിൻ ചെയ്തു പോവുക. കൺസർവേഷൻ കോളനിയിലും പോസ്റ്റ് കോളനിയിലും ഇന്ത്യക്ക് മുമ്പും പിന്നിലും ഇതേ പോളിസികളാണ് അവര് വാട്ടർ ഷെഡിൽ കൊണ്ടുവരുന്നത്. എങ്ങനെ വിധത്തിൽ ഉപയോഗിക്കാം? നമ്മുടെ ഇന്ത്യയില് പല വിധത്തിൽ അവർ മരങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്, ഷിപ്പ് ബിൽഡിങ്ങിനും എല്ലാത്തിനും. പക്ഷെ അതൊക്കെ തിരിച്ചവർ കൊണ്ടുവരുന്നു. അസോസിയേഷൻ പല വിധത്തിലുള്ള നാഷണൽ പാർക്സും നാഷണൽ എല്ലാം കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇന്ത്യയിലെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി വയലേഷനൊക്കെ കൊണ്ടുവന്നു, റൂൾസ് കൊണ്ടുവരുന്നു, പ്രിസർവേഷൻസ് ഓഫ് റൂൾസ് കൊണ്ടുവരുന്നു. ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പാടില്ല, ലൈസൻസ് വേണം ഹണ്ട് ചെയ്യണമെങ്കിൽ. ഇങ്ങനത്തെ പ്രൊട്ടക്ഷൻ മുഖാന്തരമാണ് ജിം കോബാൾട്ടിന്റെ ഒരു വലിയൊരു പാർക്ക് തന്നെയുണ്ട് കുമൻ ഹിൽസിൽ. ഇതിൽ അതിൻ്റെതായ വിധത്തിൽ പ്രൊട്ടക്ട് ചെയ്തു പോവാന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 5 year പ്ലാൻസിൽ വഴിയും നിർബന്ധിച്ചിട്ട് 8ാമത്തെ 5 year പ്ലാനിൽ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഡ്വെല്ലേഴ്സിന്റെ
അവരുടെ ഫോറസ്റ്റിൽ താമസിക്കുന്നവരുടെ പ്രോബ്ലംസ് നമ്മൾ സേവ് ചെയ്ത് പോകണം. അവരെ എത്രത്തോളം നമ്മൾ കൊണ്ടുപോകാൻ പറ്റുമോ അവർ പ്രൈവറ്റൈസേഷൻ ചെയ്യുക, കമോഡിഫിക്കേഷൻ ചെയ്യുക, ഇങ്ങനെ എല്ലാ വിധത്തിലും NGOസിനെ കൊണ്ടും ഉപയോഗിക്കുക. അപ്പോൾ എൻവയറമെന്റൽ പ്രൊട്ടക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാണ്ട് മനുഷ്യന് ഉപകരണം വേണം. എല്ലാ ആവശ്യങ്ങളും അവരുടെ പ്രാക്ടീസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളും എല്ലാം കൊണ്ടുപോവുക, പക്ഷെ നശിപ്പിക്കാണ്ട് ആ കാലഘട്ടത്തിലും ഈ നമ്മുടെ നേച്ചറിനെ ഉപദ്രവിക്കാണ്ട് നമ്മൾ ചെയ്തു പോണം. നന്ദി, നമസ്കാരം.